അടിസ്ഥാനത്തിൽ തന്നെ പൊക്കോണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ പാട്ടിന്റെ വിശേഷത തുടക്കമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതിന്റെ ഒടുവിലെല്ലാം ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഭാഗത്തോടു കൂടാ. എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈതൽ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ശത്രു പരാജയപ്പെടും. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് വിരോധമായിട്ടുള്ള ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ല. ശത്രുവിന്റെ പരാജയമാണ്. 5-ാം വാക്യത്തിന്റെ ഒടുവിൽ വായിച്ചേ. 5-ാം വാക്യം എന്നതായി കിടന്ന് ആഴി അവരെ മൂടി. കല്ലുപോലെ തുടക്കത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിന്റെ ഒടുവിലത്തെ ഭാഗം പറയാ ശത്രുവിനെ ദൈവം ഒതുക്കിയെന്ന്. നീ പാടി ആരാധിക്കുമ്പോൾ നിന്റെ ശത്രുവിനെ ദൈവം ഒതുക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി അമ്മേ 10-ാമത്തെ വാക്യം വായിച്ചേ. 10-ാം വാക്യം വായിച്ചേ. 10 വായിച്ചേ. നിന്റെ കാറ്റിനെ നീ ഊതിച്ച് കടലവരെ മൂടി ഈയാൻ പോലെ നാന്നു. എങ്ങനുണ്ട്? തുടക്കത്തിൽ യഹോവേ ദേവന്മാര് നിനക്ക് തുല്യൻ ആരാ? അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടിയപ്പോൾ 2-ാം ഭാഗത്ത് വരിക ഈയാൻ താഴും പോലെ താണെന്ന്. ആ 16-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ വാക്യം വായിച്ചാമേ. 16 പ്രാരംഭം. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു, നിന്റെ ഭുജമാഹാത്മ്യത്താൽ കല്ലുപോലെയായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാന് ഈ 15-ാം അധ്യായത്തിൽ തന്നെ നിന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എങ്കിലും എടുത്ത വാക്യത്തോട് കൂറു പുലർത്തേണ്ടത് കൊണ്ട് സ്തോത്രം അധികം വിവരിക്കുന്നില്ല. ഈ ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതും ഇവര് ചെങ്കടൽ കടന്ന കാര്യമൊക്കെ ചില പ്രിയപ്പെട്ടവർ കേട്ടു. അവർക്ക് പേടിയായി പോയി. അവർക്ക് മക്കളെ നിങ്ങൾ എവിടെ പോവാ? എവിടെ പോവാ? പോട്ട് പെട്ടെന്ന് വാ. 2 പേരും ഒത്തോണ്ടാന്നല്ലോ. പെട്ടെന്ന് വരണേ. അവിടെ വർത്താനം പറഞ്ഞു നിൽക്കരുത്. അപ്പോൾ ഇവരെ ദൈവം വിടുവിച്ചതും ചെങ്കടൽ കടന്നതൊക്കെ ശത്രുക്കൾ കേട്ടു, ജാതികൾ കേട്ടു. അവർ വിറച്ചു പോയെന്നാ എഴുതിയേക്കുന്നത്. വായിച്ചേ. അതിന്റെ 14-ാം വാക്യം വായിച്ചേ. ജാതികൾ കേട്ട് നടുങ്ങുന്നു. നിങ്ങൾ ആരിലും, ഞാൻ ഓരോരുത്തർ വായിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എല്ലാവരോടും പറഞ്ഞാൽ എനിക്കും കുഴയും. ഒന്നുകൂടെ വായിച്ചേ. ജാതികൾ കേട്ട് നടുങ്ങുന്നു. ഫെലിസ്ത്യ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ഏദോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു, കമ്പം പിടിച്ചു. അടുത്തത് കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു. അപ്പൊ ദൈവം ഇവരെ വിടുവിച്ചതും ഇവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവം ഇവർക്ക് വേണ്ടി വൻക്രിയ ചെയ്തു. ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങി. ശത്രുവിനെ ഈയം താഴ്ത്തും പോലെ താഴ്ത്തി. വെള്ളം 2 വശത്തും മതിലായിട്ട് നിന്നു. വെള്ളം കൊണ്ടുള്ള മതിൽ, വെള്ളമതിലല്ല, വെള്ളമതിലെന്ന് പേര് പറയരുത്, വെള്ളം കൊണ്ട് മതില്. ആടി കല്ല് പോലെ ഉറച്ചെന്ന് എന്ന് പറഞ്ഞാൽ ഐസ് കട്ടയാക്കി നിർത്തി. ഒറ്റ ശാസന ശാസിച്ചപ്പം വെള്ളം ഐസ് കട്ടയായി എന്ന് പറഞ്ഞാൽ ഒറ്റ ശാസനയ്ക്ക് ഫ്രീസറാക്കി വെച്ചു. നമ്മൾ ഈ അടുത്ത കാലത്ത് ആ ഫ്രിഡ്ജും ഫ്രീസറും അല്ല, തമ്പുരാനാന്ന് ഒരൊറ്റ ശാസന ശാസിച്ചപ്പം വെള്ളം ആണ്ട ഫ്രീസ് ചെയ്ത് കട്ടിക്ക് നിൽക്കുക. ഈ വിഷയം ജാതികൾ കേട്ടു. ആദ്യം കേട്ടത് ഫെലിസ്ത്യരാ. പേടിച്ചു പോയി.
ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവരെ അറിയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരെ പേടിപ്പിക്കേണ്ട, അവർ തന്നെ ഭയപ്പെട്ടോളും. സ്തോത്രം, സ്തോത്രം. ഈ വൈരിയ ചെങ്കടൽ ദൈവം മുക്കിക്കളഞ്ഞ ഇവര് തുറന്നിലത്തൂടെ മറുകര കയറിയപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. അത് വേദപഠിതാക്കൾ പറയുന്നത്, ഇവര് മറുകര കയറി അക്കരെ കയറിയപ്പോൾ ദൈവം ചെയ്തത്, ഇവരങ്ങോട്ട് കയറുകയും മേളിൽ നിന്ന് മഴയും പെയ്യിപ്പിച്ചു, ഇടിയും മുഴക്കി, കൊള്ളിയാനും മിന്നി. ഇവർ അക്കരെ കയറിയപ്പോൾ ദൈവം മേളിൽ നിന്ന് ഇടി വെട്ടിച്ചു, മഴ പെയ്യിച്ചു, കൊള്ളിയാനും മിന്നി. അപ്പൊ ഈ വെള്ളം ഇങ്ങോട്ട് വന്ന് മേളിൽ നിന്ന് മഴയും കൂടെ വന്ന് അടിച്ചു തൂത്തു. നിങ്ങളെ തെളിവ്, ഈ കൊള്ളിയാൻ മിന്നിയെന്ന് ഇടി വെട്ടിച്ചെന്നും മേളിൽ നിന്ന് മഴ പെയ്തെന്ന് വാക്യം ഒന്ന് വായിച്ച്. പുറപ്പാട് പുസ്തകം തപ്പി ഊപ്പാട് വന്നാൽ കാണുകയില്ല, അവിടെ ഒന്നുമില്ല. താള് മറിക്കാന്നല്ലാതെ. നിങ്ങൾ 77 സങ്കീർത്തനം എടുത്തേ, 77 15 മുതൽ വായിര്. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിന്റെ യോസേഫിന്റെ മക്കളെ തന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച വിഷയമാ. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും മുറച്ചു പോയി. അടുത്തത്, മേഘങ്ങൾ വെള്ളം എന്ന് പറഞ്ഞ മേളിൽ നിന്ന് മഴ പെയ്തെന്ന്. മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. അടുത്തത്, ആകാശം നാദം മുഴക്കി, എന്ന് മിന്നല് പരക്കെ പരന്നു. പിന്നെ നിന്റെ വഴി സമുദ്രത്തിൽ, നിന്റെ പാറകൾ പെരുവെള്ളത്തിലുമായിരുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ച ഭാഗം വിട്. മോശയുടെയും അഹരോന്റെയും കയ്യാൽ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ ചെങ്കടൽ കടത്തിയ വിധമായി പറഞ്ഞത്. തുവർനിലം ഒരുക്കി ഇവരെ മറുകര കയറ്റി. ശത്രുക്കൾ ഇറങ്ങി വന്നപ്പോ തമ്പുരാൻ ഇവരെ മറുകര കയറ്റിച്ച് മേളിൽ നിന്ന് മഴയും പെയ്യിച്ചു, ഇടിയും മുഴക്കി, കൊള്ളിയാനും മിന്നി. സ്തോത്രം. ഈ മോശയും അവരും എല്ലാം കൂടെ പാട്ട് പാടുമ്പോൾ, സ്തോത്രം, അവിടെ വായിക്കുന്ന ഒരു പദമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളതിൻ്റെ മിരിയാം പാടിയ പാട്ട് 21 വാക്യം വായിച്ചേ. അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. അപ്പൊ കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും കടലിൽ. വേദപഠിതാക്കൾ പറഞ്ഞ കൊള്ളിയാനും ഇടിയും കൂടെ വന്നപ്പം കുതിരപ്പുറത്തൊരു താഴെ വിട്ടു. തെള്ളിയിടുക. അവൻ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക, കണ്ടിട്ടില്ല ഇരിക്കുന്നേ. അത് വേറെ കേസാ. മേളിൽ നിന്നൊരു ഇടി വെട്ടിയപ്പോൾ അവൻ മറിഞ്ഞ് താഴെ വീണു. വേറൊരു ഭാഗത്ത് എഴുതിയേക്കുന്നത്, മോശയുടെ പാട്ടിലുണ്ട്, അവരുടെ രതിപ്രവരന്മാർ. അങ്ങനെ അവരുടെ 4 വാക്യം വായിച്ച 15:4. ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ. അടുത്തത്, അവന്റെ രതിപ്രവരന്മാർ. അതാരാ ഈ രതിപ്രവരന്മാരെന്ന് പറഞ്ഞ? രതിപ്രവരന്മാർ പറഞ്ഞോ? ശരിയാ. അതാരാ പറഞ്ഞേ? അതാ കറക്റ്റ് ആൻസർ. സ്തോത്രം. വളരെ മിടുക്കന്മാരാകുന്ന, ശക്തന്മാരാകുന്ന തേരാളികള്, അതാ രതിപ്രവരന്മാർ.
ഈ 600 സെലക്റ്റഡ് ആയിട്ടുള്ള രഥങ്ങളല്ലേ, ആ രഥം തെളിച്ചവരാ രതിപ്രവരന്മാർ. സെലക്റ്റഡ്, ഇസ്രായേലിലെ സെലക്റ്റഡ് ആൾക്കാരെയാ കൊണ്ടുവന്നേ രതിപ്രവരന്മാർ എന്ന് പറഞ്ഞാൽ നല്ല കഴിവും മികവും ഉറ്റ തേരാളികൾ. അതുകൊണ്ട് രഥം തെളിക്കുന്നവരെല്ലാം ഓർത്തോണം, നിന്റെ ഗതി മനസ്സിലായില്ല. എല്ലാവർക്കും ഒന്നും മനസ്സിലാകുകയല്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മാറ്റി ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കണ്ട. കണ്ടിത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ പാസ് തന്നെ അവരോട് പറഞ്ഞ് അത് യോഗം കഴിയുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 14 വാക്യം വായിച്ച 14 വാക്യം. ആ ആ ഏതോം പ്രഭുക്കളെല്ലാം കേദാമോടെ ഭ്രമിക്കൂ, ഏതോം പ്രഭുക്കളെല്ലാം കേദാമോടെ ഭ്രമിക്കൂ, ഏതോം പ്രഭുക്കൾ എല്ലാം കേദാമോടെ ഭ്രമിക്കും. മോബാബിലെ ബലവാന്മാരാകവേ വിറയ്ക്കും, കാനാൻ പ്രജകളല്ല സാവേഗമായി ദ്രമിക്കും. ഭയവും ഞെട്ടലും ആയവരെ പിടിക്കും. പാടും പരമനു പരിചോട് ഞാൻ വരുമവനു സതതം ജയം. പാടും പരമനു പരിചോട് ഞാൻ. എൻ്റെ കൂടെ ഹാർമോണിയം വായിക്കുന്നയാളും മൃദംഗക്കാരനും ഉണ്ട്, അത് ഇന്ന് വന്നില്ല. അപ്പം അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ലതായിരുന്നെന്നായി എൻ്റെ അഭിപ്രായം. മോൻ ഇതിൽ ഹാർമോണിയം വായിക്കാവോ? ഇല്ല. എന്നാൽ അതാ മൂടി തന്നെ ഇരിക്കട്ടെ. ഏതോം പ്രഭുക്കളെല്ലാം കേദാമോടെ ഭ്രമിക്കൂ, ഏതോം പ്രഭുക്കൾ എല്ലാം കേദാമോടെ ഭ്രമിക്കൂ, ഏതോം പ്രഭുക്കളെല്ലാം കേദാമോടെ ഭ്രമിക്കൂ. മോബാബിലെ ബലവാന്മാരാകവേ വിറയ്ക്കും, കാനാൻ പ്രജകളല്ല സാവേഗമായി ദ്രമിക്കൂ. ഭയവും ഞെട്ടലും ആയവരെ പിടിക്കും. പാടും പരമനു പരിചോട് ഞാൻ വരുമവനു സതതം ജയം. പാടും പരമനു പരിചോട് ഞാൻ. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കൂ, ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കൂ. പിതൃതമപകൃത പാത്രം ഞാൻ പാകിച്ചിടൂ, തൃപ്തിപ്പെടുമെന്നാൽമ മാത്രയെ കൊണ്ടുമുടൽ. ഉത്തരിച്ചൻ വാളാഞ്ഞ നിഗ്രഹിക്കും അവരെ. പാടും പരമനു പരിചോട് ഞാൻ വരുമവനു സതത ജയം. പാടും പരമനു പരിചോട് ഞാൻ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിൽ അവരെ, ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിൽ, ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിൽ അവനെ.
തോൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ കൽപ്പുള്ള നിന്നവകാശാൽപരാത്രി തന്നിൽ നിൽപ്പാനരുളും ഭാവ സൽപാലകനായി വാഴും പാടും പരമനു പരിചോട് ഞാൻ വരുമവനു സതതം ജയം പാടും പരമനു പരിചോട് ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിച്ച് പറയാം, ഈ 15-ാം അധ്യായം മോശയുടെയും ഇസ്രായേൽ മക്കളുടെയും പാട്ടാ. ദൈവമക്കൾ പാടണം, പാടി ദൈവത്തെ ആരാധിക്കണം. എന്തിനാ ഈ പാട്ട് പാടുന്നേ? എന്തിനാ പാട്ട്? നമുക്ക് കുറച്ച് പാട്ടറിയാം, എന്നാൽ അതങ്ങ് ഇറക്കിയേക്കാം. അതിനാന്നോ? എന്തിനാ പാട്ട് പാടുന്നത്? ആ സന്തോഷമുള്ളവര് പാട്ട് പാടട്ടെ. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി വാക്യങ്ങളുണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ചോ, പാടാൻ കാരണം 13-ാം സങ്കീർത്തനം 6-ാം വാക്യം. സങ്കീർത്തനം 13-ന്റെ 6 ഉറക്കെ. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട്, അത്രേ ഉള്ളൂ. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഏറ്റവും വലിയ നന്മ ക്രിസ്തുവിനെ ലഭിച്ചതാ. യേശുക്രിസ്തു ഉള്ളത്തിൽ വന്നതാ, ഒരു ദൈവ പൈതലായി തീർന്നതാ, നീ രക്ഷിക്കപ്പെട്ടതാ ഏറ്റവും വലിയ നന്മ. പ്രൈസ് ദി ലോർഡ്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ഞാൻ എൻ്റെ ചെറിയ അനുഭവം പറയാം. ഞാൻ ഈ ചുമ്മാ ഇരിക്കുമ്പോഴെല്ലാം അങ്ങ് പാട്ട് പാടും. അതെ, ഈ ഹൃദയത്തിൻ്റെ എപ്പോഴും വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പാട്ട് കേൾക്കുകയും പാടുകയും ചെയ്യും. വേറെ ഒന്നും വലിയ താല്പര്യം ഇല്ല. സ്തോത്രം. പിന്നെ വചനം ധ്യാനിക്കും, പിന്നെ പ്രാർത്ഥിക്കും. ഇതൊക്കെയാ പണി. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പാട്ട് പാടുന്നതുകൊണ്ട് കുറച്ച് പാട്ടൊക്കെ എനിക്ക് തീട്ടോവാ, നല്ല തീട്ടമാണ്. സ്തോത്രം. കാരണം ഇതാ, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട്. ദൈവമക്കൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയെ ഉയരാവുള്ളൂ, വേറെ ഒന്നും ഉയരരുത്. അത് വിവരിക്കുന്നില്ല. 15-ാം അധ്യായം പാട്ട് പാടി ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ 15-ാം അധ്യായം കഴിഞ്ഞ് ഇവർ നേരെ ശൂർ മരുഭൂമിയിലോട്ട് വന്നു. അവിടെ വന്നപ്പം വലിയ പ്രശ്നമായി, വെള്ളമില്ല. പാട്ടുമൊക്കെ പാടി ബലപ്പെട്ടവർ പിന്നെ വെള്ളമില്ലാത്ത ആ 15-ാം അധ്യായത്തിന്റെ 22 മുതൽ. സ്തോത്രം. 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ന്റെ 21 വരെ പാട്ടും സ്തുതിയും ആരാധനയും. 22 മുതൽ 27 വരെ സ്പെഷ്യൽ വിഷയമാണ്. 22 വായിക്കുന്നത്, അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറപുറത്ത് അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനവർക്ക് ചട്ടവും പ്രമാണവും കൊടുത്ത് അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ
മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 27-ാം വാക്യം, പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറും 70 ഈന്തപ്പന. അവിടെ അവർ വെള്ളത്തിൻ്റെ പാളയം ഇറങ്ങി. ദൈവത്തിന് മഹത്വം. ആ ഭാഗത്ത് നിന്നും എനിക്ക് നിന്ന് പ്രസംഗിക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ എടുത്ത വാക്യത്തിലേക്ക് വരേണ്ടത് കൊണ്ട് ഞാനതങ്ങ് വിടുക. ശൂർ മരുഭൂമിയിൽ വന്ന് വെള്ളമില്ല. ഈ വെള്ളത്തിനകത്തൂടെ കയറി വന്നവരിപ്പം, ഇതൊരു ആത്മീക പാഠമാണ്. വെള്ളത്തിനകത്തൂടെ യാത്ര ചെയ്ത് വന്നവരിപ്പൊ എവിടെ വന്ന് അങ്ങനെ ഉണ്ടാകും. പെന്തിക്കോസ്ത് വരുമ്പോൾ ചിലപ്പോൾ സമൃദ്ധി കാണും, ചിലപ്പോൾ ദാരിദ്ര്യം കാണും. ചില വർഷം ഞെരുക്കം കാണും, ചില വർഷം ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നെന്ന്, ചിലപ്പോൾ സമൃദ്ധി കാണും. ഇതെല്ലാം അനുഭവിക്കണം. അന്നേരം അവിടെ കിടന്ന് ഉടക്കം ഉണ്ടാക്കുകയും പെറുപെറുക്കി അലങ്കോലം ഉണ്ടാക്കുകയൊന്നും ചെയ്യരുത്. അന്നേരം അയ്യോ പറഞ്ഞ പോലെ പറയണം, അവൻ നന്മ ചെയ്യുമ്പോൾ അതും അനുഭവിക്കണം, തിന്മ തന്നാൽ എല്ലാറ്റിനും സ്വോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൻ ദൈവം ഇഷ്ടം. ഇടപെടാതെ പ്രാർത്ഥിപ്പിന്, എപ്പോഴും സന്തോഷിപ്പിന്, എല്ലാറ്റിനും. വെള്ളത്തിനകത്തൂടെ ഇവർ യാത്ര ചെയ്ത് ഇഷ്ടം പോലെ വെള്ളം. ഇപ്പൊ താണ്ട് വെള്ളമില്ലാത്ത സ്ഥലത്ത് 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. ഈ പാടി ആരാധിച്ച് ഇപ്പം വെള്ളമില്ല. നമ്മൾ സാധാരണ ശരീരത്തിന്റെ പ്രകൃതിയും ശാസ്ത്രീയ നിലയിലൊക്കെ ചിന്തിച്ചാൽ നമ്മളൊരു 3-4 പാട്ട് പാടി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഇച്ചിരി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു 5-6 പാട്ട് പാടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി ഇച്ചിരി വെള്ളം. എന്തിന്? ചുമ്മാ ഒരു പാട്ടും പാടാതെ ചുമ്മാ ഇരുന്ന് വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ. വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഒരു 1 ലിറ്റർ കുപ്പിയും വെള്ളമായിട്ട് കൈ വടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കത്തില്ല, ചുമ്മാ ഇരുന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ പിന്നെ പാടുന്നവന്റെ കാര്യമോ? സ്തോത്രം. അപ്പൊ ഈ ശരീരത്തിന്റെ പ്രകൃതിയൊക്കെ അനുസരിച്ച് ഒരു 5-6 പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം. ഇവിടെ 1-2 പാട്ടല്ല പാടിയത്, അനവധി പാട്ട് പാടി. പക്ഷെ എത്തിയത് വെള്ളമില്ലാത്ത ശൂർ മരുഭൂമി. 3 ദിവസം ഇവരാകെ പ്രശ്നമായി. 3-ാമത്തെ പൊക്കം വെള്ളമുള്ളൊരു സ്ഥലത്ത് വന്നു. വെള്ളം കണ്ട ഉടനെ ഓടിച്ചെന്ന് കോരി വായിലേക്ക് ഒഴിച്ചു. പക്ഷെ ഇറക്കാൻ ഒക്കുന്നില്ല, കയ്പ് മാറ. ഉടനെ ഇവർ പ്രശ്നമുണ്ടാക്കി. മോശയ്ക്ക് പകരവനും വിരോധമായിട്ട് ഇവർ ഉടനെ പിറുപിറുക്കുക. മാറയിലെത്തിയാറെ മാറയിൽ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല, കയ്പുള്ളത് തന്നെ. അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ. പിന്നെ മോശയുടെ ഒരു വിശേഷത, പ്രശ്നങ്ങൾ വരുമ്പോൾ പുള്ളി ദൈവത്തോട് നിലവിളിക്കും. ഇവർ വെള്ളമില്ലെന്നും പറഞ്ഞ് ഓടക്കൊണ്ടാക്കി സഭയ്ക്കകത്ത് പ്രശ്നം ആണെന്ന് കണ്ടപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. അപ്പം ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി. ഒറ്റ വാക്കി പറഞ്ഞ ഈ വൃക്ഷം മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന വൃക്ഷം. കർത്താവ് ഒരിക്കൽ പറഞ്ഞ്, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് ഈ വൃക്ഷം നസറയനാകുന്ന ക്രിസ്തുവിന് നേടല. ആ കൈപ്പേറിയ രംഗങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി യഹൂദർ അഭിമാനി പറഞ്ഞ ഒരു മരക്കഷണം ഇട്ടെന്ന എന്തു ആയിക്കോട്ടെ വെള്ളത്തിലേക്ക് ഇട്ടപ്പം വെള്ളം മാതിരിച്ചു. പ്രായമുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ ബോധ്യപ്പെടും. ഏത് വൃക്ഷത്തെയും പച്ചയെ വെട്ടിയാൽ അതിനൊരു കറ കാണും. മോശ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി മാറയിലിട്ടപ്പോൾ വൃക്ഷത്തിന്റെ കറ മാറയിൽ അതിൽ ലയിച്ചപ്പോൾ മാറ മധുരിച്ചു. അനകത്തെ ആത്മീക പാഠം ഇത്രയേ ഉള്ളൂ. 33 വയസ്സിൽ നല്ല വൃക്ഷമാകുന്ന യേശു ക്രിസ്തുവിനെ വെട്ടി. ആദ്യത്തെ വെട്ട് നടന്നത് ഗതസമനെ വെച്ചാ. അവിടെ മുതൽ വെട്ടുകാരുന്നു. വെട്ടി പീലാത്തോസിന്റെ അരമനയ്ക്കകത്തും ഹെരോദാവിന്റെ അടുക്ക കൊണ്ട് വെട്ടി. സന്നിധി സംഘങ്ങളും മഹാപുരോഹിതന്മാരും മാറി വെട്ടി. വന്നവനെല്ലാം കയറി വെട്ടി, ചുമ്മാ നിന്നവനും കയറി വെട്ടി. അങ്ങനെ വെട്ടി എന്തിനേറെ കാൽവറിയിൽ ചെന്ന് ഒടുവിലത്തെ വെട്ടി ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടെന്ന. അവിടുത്തെ തായ്തടിയാകുന്ന ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയാകുന്ന രക്തം
നിന്റെ ജീവിതമാകുന്ന മാറയിലേക്ക് ലയിച്ചപ്പോൾ അത് മധുരമുള്ളതായി. നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന രക്തമാണ് അവിടുത്തെ പുണ്യാക രക്തം. ഇത് നിർമ്മല രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, വിലയേറിയ രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ വിലയേറിയ രക്തമാണ്. ഇത് തങ്കനിണമാ. ദൈവത്തിന് മഹത്വം. നാട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മം ജഡികശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഓ റിബി കമാനബ ശൈലബലബല, അവിടുത്തെ രക്തം, അവിടുത്തെ രക്തം, അവിടുത്തെ പരിശുദ്ധ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, അവിടുത്തെ പരിശുദ്ധ രക്തം. ഓ റിബി ശൈതൽ കമനബടബല വീരബ ശൈതൽ കമനബടബലബട. രക്തത്താൽ, 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 യേശുവിന്റെ നാമത്തിൽ രക്തം ജയം. ഓ ദിവികബലബലബലബലബശ അർത്തല വൈശസ് പ്രബടിയ ദുരബലബലബലബല ദിവികബലബലബലബല. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഓ കൃപ, കൃപ, കൃപ. Praise to Jesus. Oh, di bada 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 bada. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി, ചിന്തിയല്ലോ സ്വന്തം ആയി ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞു, സ്വന്തമായി ബന്ധമില്ല തായിയാടയെ വീണ്ടെടുത്തു എന്നെയും 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 വീണ്ടെടുത്തു. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യ കൃപയേ 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 കൃപയേ. ഓ ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി, ചിന്തിയൽ എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായെന്തു ഞാൻ ചിന്തിക്കുകിൽ വരുക ഞാനല്ലോ ചിന്തി. ഒന്നും ഞാനീ
ഇനി വേണ്ട ഈ പാരിൽ ഒന്നും. നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും, നിന്നെ മാത്രം. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം. ഓ കൃപയേ കൃപയേ ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി. ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി. ചിന്തിയല്ലോ. ഹല്ലേലൂയ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം.